എല്ലാവർക്കും നമസ്കാരം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ച്? ഉത്തരം: ഉത്തർപ്രദേശിലെ മീററ്റിൽ. അടുത്ത ചോദ്യം നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോൾ? ഉത്തരം: 1857 മെയ് 10. അടുത്ത ചോദ്യം: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം: മംഗൾ പാണ്ഡെ. അടുത്ത ചോദ്യം നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി? ഉത്തരം: ഖുദിറാം ബോസ്. അടുത്ത ചോദ്യം: 1857 സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര്? ഉത്തരം നോക്കാം. ശിപ്പായി ലഹള. അടുത്ത ചോദ്യം: 78ാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ തീം എന്താണ്? ഉത്തരം: വികസിത ഭാരതം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ പതാകയുടെ അനുപാതം എത്ര? ഉത്തരം നോക്കാം. പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആയിരിക്കണം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലായിരുന്നു? ഉത്തരം: 200 വർഷം. അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ച്? ഉത്തരം: ചെങ്കോട്ട. അടുത്ത ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം നോക്കാം. രാജഗോപാലാചാരി. അടുത്ത ചോദ്യം: ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? ഉത്തരം: 1721 ഏപ്രിൽ 15. അടുത്ത ചോദ്യം: ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്കറിയാം. 1941 ജനുവരി 15 AICC മുമ്പാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ച്? ഉത്തരം നോക്കാം. ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ്? ഉത്തരം: യൂസഫ് മെഹ്റലി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം നോക്കാം. A.O. ഹ്യൂം. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി? ഉത്തരം നോക്കാം. C. ശങ്കരൻ നായർ. അടുത്ത ചോദ്യം: ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഉത്തരം നോക്കാം. M.G. റാനഡെ. അടുത്ത ചോദ്യം: സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ഉത്തരം: ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം: രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല, സമരം ചെയ്തു നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആര്? ഉത്തരം: ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം: ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം നോക്കാം. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം: ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? ഉത്തരം: 1919 ഏപ്രിൽ 13. അടുത്ത ചോദ്യം: ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര്? ഉത്തരം: ജനറൽ ഡയർ. അടുത്ത ചോദ്യം: ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആര്? ഉത്തരം നോക്കാം. ഉദ്ധം സിംഗ്.
അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത്? ഉത്തരം കോമൺവെൽത്ത്. അടുത്ത ചോദ്യം, സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം നോക്കാം, ത്രിലോചൻ പൊഖ്രേൽ. അടുത്ത ചോദ്യം, ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്ന്? ഉത്തരം 1930 മാർച്ച് 12. അടുത്ത ചോദ്യം, ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര നടത്തിയത് തൻ്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു? ഉത്തരം നോക്കാം, 61ാമത്തെ വയസ്സിൽ. അടുത്ത ചോദ്യം, നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചതാര്? ഉത്തരം നോക്കാം, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം നോക്കാം, സ്വാമി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം, ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം നോക്കാം, ഭഗത് സിംഗ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആര്? ഉത്തരം ശ്യാം ശരൺ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നോക്കാം, മലബാർ കലാപം. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത്? ഉത്തരം ജനഗണമന. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, ഇപ്പോൾ പറഞ്ഞ ചോദ്യവും ഈ പറഞ്ഞ ചോദ്യവും തമ്മിൽ വളരെയധികം സാമ്യമുള്ളതുകൊണ്ട് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? ആദ്യം ചോദിച്ചത് ദേശീയ ഗാനം. ഉത്തരം നോക്കാം, ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഉത്തരം നോക്കാം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം നോക്കാം, ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം നോക്കാം, ഝാൻസി റാണി. അടുത്ത ചോദ്യം, ആഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം അരവിന്ദ ഘോഷ്. അടുത്ത ചോദ്യം, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം VD സവർക്കർ. അടുത്ത ചോദ്യം, മലബാർ കലാപം നടന്ന വർഷം? ഉത്തരം നോക്കാം, 1921. അടുത്ത ചോദ്യം നോക്കാം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര്? ഉത്തരം കഴ്സൺ പ്രഭു. അടുത്ത ചോദ്യം, സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം നോക്കാം, ജയപ്രകാശ് നാരായണൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആര്? ഉത്തരം KPR ഗോപാലൻ.
അടുത്ത ചോദ്യം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ഗാനം ഏത്? ഉത്തരം വരിക വരിക സഹചരെ. അടുത്ത ചോദ്യം, വരിക വരിക സഹചരെ ഗാനം രചിച്ചത് ആര്? ഉത്തരം നോക്കാം. അംശി നാരായണൻ പിള്ള. അടുത്ത ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സർദാർ KM പണിക്കർ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി? ഉത്തരം പ്രീതിലത വട്ടേദാർ. അടുത്ത ചോദ്യം, പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ആരുടെ വാക്കുകൾ? ഉത്തരം നോക്കാം. ഡോക്ടർ BR അംബേദ്കർ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി കാണും വരെ നന്ദി.